2025 കിതപ്പും കുതിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ്: 2025 വിപണിയിൽ കണ്ട ആ ക്ഷീണം മാറി 2026 വിപണി കുതിച്ചു കയറുമോ, അതോ ഇനിയും നമ്മൾ പേടിക്കുന്നു? പ്രത്യേകിച്ച് ഫെബ്രുവരി 1 ബജറ്റ് വരാൻ പോകുന്നു. ഈ സമയത്ത് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്താണ് ചെയ്യേണ്ടത്? 2025 നഷ്ടം നികത്താനും 2026 വലിയ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 നമ്മളുടെ ഒരു ഗെയിം പ്ലാൻ ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ജനുവരി മാസം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ മാസമാണ്. നമ്മൾ ജിമ്മിൽ ചേരും, ഡയറ്റ് തുടങ്ങും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ എന്ത് തീരുമാനമെടുത്തു? കഴിഞ്ഞ വർഷം വിപണിയിലുണ്ടായ ചാഞ്ചാട്ടം കണ്ട് പലരും SIP നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഓർക്കുക, നമ്മൾ ഓടുന്നത് 100 മീറ്റർ ഓട്ടമല്ല, ചുരുങ്ങിയത് 2035 വരെ നീളുന്ന ഒരു മാരത്തോണാണ്. നമ്മുടെ ലക്ഷ്യം മിഷൻ 2035 ആണ്, അതായത് 10,000 കോടിപതി നിക്ഷേപകരെ സൃഷ്ടിക്കുന്നത്. അതിൽ 2026 എന്നത് വളരെ നിർണായകമായ ഒരു വർഷമാണ്. ഈ വർഷത്തെ അവസരങ്ങൾ വിനിയോഗിച്ചാൽ 2030 2035 നമുക്ക് വലിയൊരു അടിത്തറ ഇടാൻ സാധിക്കും. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. 2026 ജയിക്കുവാനുള്ള 4 ഗോൾഡൻ റൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 2026 വിപണി കുതിച്ചാലും കിതച്ചാലും നമുക്ക് നേട്ടമുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 ഗോൾഡൻ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഗോൾഡൻ റൂളാണ് ടോപ്പ് അപ്പ് SIP എന്നത്. പുതുവർഷത്തിൽ ശമ്പളം കൂടുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വരുമാനത്തിൽ മാറ്റം വരുമല്ലോ. 2025 അടച്ച അതേ തുക തന്നെയാണ് നിങ്ങൾ 2026 SIP ചെയ്യുന്നത്. അതുപോരാ, പണപ്പെരുപ്പത്തെ തോൽപ്പിക്കണമെങ്കിൽ ഓരോ വർഷവും നമ്മളുടെ SIP തുക കുറഞ്ഞത് ഒരു 10% വർദ്ധിപ്പിക്കണം. ഉദാഹരണത്തിന്, താങ്കൾ ഇപ്പോൾ മാസം 30,000 രൂപയുടെ SIP ആണ് ചെയ്യുന്നത് എന്ന് കരുതുക. 2026 3,000 രൂപയെങ്കിലും കൂട്ടണം. നിങ്ങൾ വിചാരിക്കും, ഈ 3,000 രൂപ കൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന്. എന്നാൽ നമുക്കൊന്ന് കണക്കുകൾ നോക്കാം. താങ്കളുടെ നിക്ഷേപത്തിന് ശരാശരി 12% റിട്ടേൺസ് ലഭിച്ചാൽ 30,000 രൂപ വെച്ച് 20 വർഷത്തേക്ക് SIP തുടർന്നാൽ നിങ്ങൾക്ക് ഏകദേശം 3 കോടി രൂപയുടെ സമ്പാദ്യം നേടാം. എന്നാൽ ഓരോ വർഷവും 10% വെച്ച് തുക കൂട്ടിയാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 6 കോടി രൂപയുടെ സമ്പാദ്യമാണ്. വെറും 3,000 രൂപയിൽ തുടങ്ങുന്ന ആ ഒരു ചെറിയൊരു മാറ്റം ഭാവിയിൽ ഉണ്ടാക്കുന്നത് 3 കോടി രൂപയുടെ അധിക ലാഭമാണ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. അതുകൊണ്ട് തന്നെ ഈ ജനുവരിയിൽ തന്നെ SIP എമൗണ്ട് ടോപ്പപ്പ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ ഗോൾഡൻ റൂളാണ് ഇഗ്നോർ ബഡ്ജറ്റ് നോയ്സ്. ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോകുകയാണ്. ജനുവരി പകുതി മുതൽ TV ചാനലുകളിൽ വലിയ ചർച്ചകൾ നടക്കും. വിപണി തകരും അല്ലെങ്കിൽ കുതിക്കും എന്നൊക്കെ വാർത്തകൾ വരും. ഇത് കണ്ട് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കരുത്. ബജറ്റ് എന്നത് ഒരു ദിവസത്തെ വാർത്ത മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യം ചുരുങ്ങിയത് 10 വർഷത്തേക്കാണ്. ബജറ്റ് ദിവസം വിപണി ഇടിഞ്ഞാൽ അത് വാങ്ങാനുള്ള നല്ലൊരു അവസരമായി കാണുക. മൂന്നാമത്തെ ഗോൾഡൻ റൂൾ അസറ്റ് ക്ലാസ് റീബാലൻസ് ചെയ്യുക എന്നതാണ്. റീബാലൻസിങ് എന്നത് വെറും ഫണ്ടുകൾ മാറ്റിക്കളിയല്ല, അത് നിങ്ങളെ റിസ്ക് കുറയ്ക്കുവാനുള്ള വഴിയാണ്. കഴിഞ്ഞ വർഷം വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങൾ കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബാലൻസ് മാറിയിട്ടുണ്ടാകാം. ഉദാഹരണത്തിന്, നിങ്ങൾ 70% ഇക്വിറ്റിയിലും 30% ഡെറ്റിലും ഗോൾഡിലുമാണ് നിക്ഷേപം തുടങ്ങിയത് എന്ന് കരുതുക. നമുക്ക് 2 സിനാരിയോ നോക്കാം. ഒന്നാമത്തെ സിനാരിയോയിൽ 2025 വിപണി നല്ലതുപോലെ കൂടിയെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി വിഹിതം വളരെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ റിസ്ക് കൂട്ടും. അപ്പോൾ ഇക്വിറ്റിയിൽ നിന്ന് ലാഭമെടുത്ത് സുരക്ഷിതമായ മറ്റു കാറ്റഗറി ഫണ്ടുകളിലേക്ക് മാറ്റണം. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ സിനാരിയോ നോക്കിയാൽ 2025 വിപണി ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി വിഹിതം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മറ്റ് കാറ്റഗറി ഫണ്ടുകളിൽ നിന്ന് പണമെടുത്ത് വില കുറഞ്ഞു നിൽക്കുന്ന ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മാറ്റണം. ഇതാണ് യഥാർത്ഥ ബൈ ലോ സെൽ ഹൈ എന്ന തന്ത്രം. ഈ ജനുവരിയിൽ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറുമായി സംസാരിച്ച് ഇക്വിറ്റി ഡെറ്റ് അനുപാതം ഒരു ശരിയായ രീതിയിലേക്ക് മാറ്റുക. ഇത് 2026 നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകും. നാലാമത്തെ ഗോൾഡൻ പ്ലാൻ ആണ് ഡോണ്ട് ചേസ് ഹോട്ട് സെക്ടേഴ്സ് എന്നത്. 2026 തുടങ്ങിയവരുടെ TV ചാനലുകളിലും യൂട്യൂബുകളിലും ഈ വർഷത്തെ മികച്ച സെക്ടർ ഏതാണ്,
ഏത് തീമാണ് കുതിക്കാൻ പോകുന്നത് എന്നൊക്കെ ചർച്ചകൾ സജീവമാവും. ചിലപ്പോൾ അത് ഡിഫൻസ് ആയിരിക്കാം, പവർ ആകാം, അങ്ങനെയുള്ള പലതും ആകാം. ദയവായി ഈ ഹൈപ്പിൽ വീഴരുത്. തീമാറ്റിക് ഫണ്ടുകൾ അല്ലെങ്കിൽ സെക്ടർ ഫണ്ടുകൾ എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് കയറുകയും കൃത്യമായ സമയത്ത് ഇറങ്ങുകയും ചെയ്യേണ്ട ഒന്നാണ്. മാർക്കറ്റ് സൈക്കിളിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു സാധാരണ നിക്ഷേപകന് അത് പ്രായോഗികമല്ല. 2025 തിളങ്ങിയ സെക്ടർ 2026 താഴെ പോയേക്കാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം പണം മുടക്കി റിസ്ക് എടുക്കരുത്. പകരം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി. അവിടെ ഫണ്ട് മാനേജർ കാര്യങ്ങൾ പഠിച്ച് 2026 ഏത് മേഖലയിലാണോ മികച്ചത് അവിടേക്ക് നിങ്ങളുടെ പണം മാറ്റിക്കോളൂ. തലവേദന എടുക്കാതെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയിൽ പങ്കാളിയാകുക, അതാണ് എളുപ്പവഴി. പ്രിയപ്പെട്ടവരെ, 2026 ഒരു വൈറ്റ് പേപ്പർ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ട്. 2025 വിപണി നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞു. ഇനിയുള്ള 12 മാസം അച്ചടക്കത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ മിഷൻ 2035 എന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് വേഗത്തിലെത്താം. വിപണി കുതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വളർച്ചയിൽ, അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിക്കുന്നവർക്ക് ഉത്തരം എപ്പോഴും യെസ് എന്ന് തന്നെയാണ്. അത് ദീർഘകാലത്തേക്കാണെന്ന് മാത്രം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. നിങ്ങളുടെ 2026 പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിലവിലുള്ള നിക്ഷേപങ്ങൾ റിവ്യൂ ചെയ്യാൻ ഞങ്ങളുടെ ടീമിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴി കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക, ജീവിതം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുക. നന്ദി, നമസ്കാരം.